മിക്കവാറും എല്ലാ ആൾക്കാരും ചോദിക്കുന്ന ചോദ്യമാണ് എന്തൊക്കെയാണ് നട്ടെല്ലിൻ്റെ തേയ്മാനം അല്ലെങ്കിൽ നടുവിൻ്റെ ഡിസ്കിൻ്റെ പ്രശ്നം കൊണ്ട് വരുന്ന കംപ്ലയിൻറ്റ്സ് എന്തൊക്കെയാണ്? മെയിനായിട്ടുള്ള കംപ്ലയിൻ്റ് എന്ന് പറയുന്നത് നടുവേദനയും നടുവിൽ നിന്ന് കാലിലോട്ട് പോകുന്ന വേദനയുമാണ്. അത് ഒരു കാലിലോട്ടാകാം, അത് രണ്ട് കാലിലോട്ടാകാം. ഈ വേദനയുടെ കൂടെ തരിപ്പ് വരാം, കുറച്ച് ദൂരം നടന്നു കഴിയുമ്പോഴത്തേക്ക് കാല് കുഴഞ്ഞു പോകുന്ന പോലുള്ള അനുഭവം വരാം, കാല് മരവിച്ച് പോകുന്ന പോലുള്ള അനുഭവം വരാം, കാല് പുകഞ്ഞു പോകുന്നത് പോലോ അല്ലെങ്കിൽ കാല് ചൂടാകുന്നത് പോലോ അങ്ങനെയും ചില ആൾക്കാർ കംപ്ലൈൻറ്റ് ചെയ്യാറുണ്ട്. ചില ആൾക്കാർക്ക് ഈ വേദനയുടെയും ചില ആൾക്കാർക്ക് ഈ തരിപ്പിൻ്റെയും കൂട്ടത്തിൽ ഒന്നുകിൽ കാലിൻ്റെ പാദത്തിൻ്റെ ബലക്കുറവ്, അല്ലെങ്കിൽ കാലിൻ്റെ വിരലുകളുടെ ബലക്കുറവ്, അല്ലെങ്കിൽ മുട്ടിന് താഴോട്ട് കാലിൻ്റെ ബലക്കുറവ്, അങ്ങനെ പല പല പ്രശ്നങ്ങളായിട്ട് ഇത് വരാറുണ്ട്. അതെന്തുകൊണ്ടാണ് ഇങ്ങനെ പല പല പ്രശ്നങ്ങളായിട്ട് വരുന്നത്, അല്ല പല പല ഏരിയകളിൽ വരുന്നത്? നമുക്ക് നടുവിൻ്റെ എന്ന് പറയുന്നത് ഏതുകൊണ്ട് ഒരു 5-6 ഡിസ്കിൻ്റെ സ്ഥലമുണ്ട്. ഈ 5-6 ഡിസ്കിൻ്റെ സ്ഥലത്ത് നിന്നാണ് ഒരു വലത് കാലിലോട്ട് ഒരു ഞരമ്പും ഇടത് കാലിലോട്ട് ഒരു ഞരമ്പും പോകുന്നത്. അങ്ങനെ ഏതാണ്ട് ഒരു 7-8ഓളം ഞരമ്പുകൾ വലത് കാലിലോട്ടും 7-8ഓളം ഞരമ്പുകൾ ഇടത് കാലിലോട്ടും പോകുന്നുണ്ട്. ഈ ഡിസ്കിൻ്റെ തേയ്മാനത്തിൻ്റെ ഭാഗമായിട്ട് ഏത് ഞരമ്പിനെയാണോ ബാധിക്കുന്നത് ആ ഞരമ്പ് പോകുന്ന സ്ഥലങ്ങളിലെല്ലാം അതിന് ആനുപാതികമായിട്ട് വേദന വരാനുള്ള ചാൻസ് ഉണ്ട്. ആ മസിലുകളുടെ എല്ലാം ബലക്കുറവ് വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇത് ഇത്ര ഡിഫർ ചെയ്യുന്നത്.